Ashik, Inverters Home Appliances and Electronics, Vadakad. ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് ബസാർ കരുളായി. പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി. കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം. മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി. അമരമ്പലം മോഡൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധ ചികിത്സാ സഹായങ്ങൾ കൈമാറി. കുടുംബശ്രീയുടെ കൈത്താങ്ങ് പദ്ധതിയിലൂടെ അയൽക്കൂട്ടങ്ങളുടെ സഹായത്തോടെയാണ് സഹായങ്ങൾ കൈമാറിയത്. അമരമ്പലം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ജയമോഹിനി, 17-ാം വാർഡിൽ ഷൈജു, 11-ാം വാർഡിൽ രൂപേഷ് ഷഹാന, 1-ാം വാർഡിൽ അൻവർ, 8-ാം വാർഡിൽ സുരേഷ് കുമാർ എന്നിവർക്കുള്ള ചികിത്സാ സഹായമാണ് കൈമാറിയത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ അമരമ്പലം മോഡൽ കുടുംബശ്രീക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതാണെങ്കിലും ഈ ജയമോഹിനി ചികിത്സാ സഹായ ഫണ്ടിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ കുടുംബശ്രീ കമ്മിറ്റി ഭാരവാഹികൾ, കുടുംബശ്രീയിലെ മായച്ചേച്ചിയും മറ്റു അംഗങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു സംഖ്യ കൈമാറായി എന്ന് അറിയിച്ചു. വളരെയധികം സന്തോഷം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം ജയമോഹിനിക്ക് 80 ലക്ഷം രൂപയാണ് ആവശ്യം. ഈ സാഹചര്യത്തിൽ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫണ്ടിന്. എന്നുവെച്ചാൽ നമുക്ക് ഫണ്ട് 80 ലക്ഷം റുപ്യ കിട്ടും കരുതി നമ്മൾ ജയമോഹിനിയെ ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ആകെ വന്ന പൈസ നമ്മൾ അക്കൗണ്ടിൽ വന്നത് 30 ലക്ഷം റുപ്യാണ്. അപ്പം ഇത്തരം കുടുംബശ്രീകളും ക്ലബ്ബ് ഭാരവാഹികളും പൊതുപ്രവർത്തകരും അതുപോലെ വ്യാപാരികളൊക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്താണെങ്കിലും ഈ ഫണ്ട് അനുവദിച്ചു തന്ന മായച്ചി അടക്കമുള്ള കുടുംബശ്രീ അംഗങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൈബ പോലത്തെ വ്യാപാരികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ, ക്ലബ്ബ് ഭാരവാഹികളൊക്കെ നമ്മളെ ഈ ജയമോഹിനിയുടെ ചികിത്സക്ക് സഹായിക്കുന്നുണ്ട്. എല്ലാവരെയും, ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് പ്രത്യേകിച്ച് നമുക്കറിയാം നാളെ ഞായറാഴ്ച 14-ാം തീയതി നമ്മളെ പഞ്ചായത്തിലെ 19 വാർഡിലും ഈ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു 1 ഡേ കളക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ കളക്ഷൻ എടുക്കാൻ വേണ്ടി ക്ലബ്ബ് ഭാരവാഹികളും പൊതുപ്രവർത്തകരും നിങ്ങളുടെയൊക്കെ മുന്നിൽ, ചിലപ്പോൾ നിങ്ങളൊക്കെ വീണ്ടും കൊടുത്തവരായിരിക്കും, വീണ്ടും കുടുംബശ്രീയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു. CDS ചെയർപേഴ്സൺ മായ ശശികുമാർ, വൈസ് പ്രസിഡന്റ് CR സൗമ്യ, മെമ്പർ സെക്രട്ടറി B ശിവദാസൻ, ഉപസമിതി അംഗങ്ങൾ, CDS ADS അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. KL 71 ന്യൂസ് പൂക്കോട്ടുംപാടം.